ഉറുദുവിലെ അക്ഷരങ്ങളുടെ ഉച്ചാരണം അതായത് പ്രൊനൗൺസിയേഷൻ ആണ് നോക്കുന്നത്. ഓരോ അക്ഷരവും ഏതൊക്കെ രീതിയിൽ ഉച്ചരിക്കും എന്നാണ് നോക്കുന്നത്. അലിഫ് അലിഫിന് ആ, ഇ, ഉ എന്ന് 3 ശബ്ദങ്ങളുണ്ട്. അലിഫ് മദ് അ ഇത് ആ എന്ന് ഉച്ചരിക്കുന്നു. ബ എന്ന് ഉച്ചരിക്കുന്നു. പ എന്ന് ഉച്ചരിക്കുന്നു. ത എന്ന് ഉച്ചരിക്കുന്നു. ട ടയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ശബ്ദമാണ് ഇവിടെ വരുന്നത്. സ ജ എന്ന ശബ്ദമാണ് ഇതിന് ലഭിക്കുന്നത്. ച ഹ ഹ നേരത്തെ നമ്മൾ പറഞ്ഞ ഹായേക്കാളും കുറച്ചുകൂടി ഒരു ശബ്ദമുള്ള കുറച്ചുകൂടി കട്ടി കൂടിയ ഒരു ശബ്ദമായിട്ടാണ് ഇത് വരുന്നത്. ഹ ദ ഡ ഡാഡി ഡോക്ടർ എന്നൊക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഡായാണ് ഈ ലെറ്ററിന്റെ ശബ്ദമായിട്ട് വരുന്നത്. സ സ എന്ന് നമുക്ക് മലയാളത്തിൽ എഴുതാനാവില്ല. ഇംഗ്ലീഷിൽ ZA എന്ന് എഴുതുന്ന ഒരു ഉച്ചാരണമാണ് ഈ ലെറ്ററിന് വരുന്നത്. ഇതിന് റ എന്നും എന്നും ഉള്ള ശബ്ദമാണ് വരുന്നത്. ഇതും ഡ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. നേരത്തെ നമ്മൾ ദാന്റെ മുകളിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും ഉച്ചാരണം വരുന്നത്. സ ഴ ഈ ലെറ്റർ ഉച്ചരിക്കുന്നത് ഴ എന്നാണ്. സ ഷ സ്വ എന്നാണ് ഈ ലെറ്റർ ഉച്ചരിക്കുന്നത്. ഇത് സ എന്ന് തന്നെ ഉച്ചരിക്കുന്നു. ഇത് അറബിയിൽ ള എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിലും ഉറുദുവിൽ ഇത് സ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റംസാൻ എന്നും റംലാൻ എന്നും പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ത്വ ഇതും സ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഐന് ഈ ലെറ്ററിന് അലിഫിൻ്റെന് സമാനമായ ശബ്ദം തന്നെയാണ് വരുന്നത്. അലിഫ് നമ്മൾ ആ, ഇ, ഉ എന്ന് ഉച്ചരിച്ചതുപോലെ തന്നെയാണ് ഐനും നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഈ അക്ഷരത്തിന് ഐൻ എന്ന് പറയുന്നു. ഇതിന്റെ ഉച്ചാരണം ഗ എന്നതാണ്. ഗ ഫ ത ക കാക്കയുടെ ക ഗ ല മ ന ൻ വ ഹ ഹംസാണിത്. ഹംസിന് ഐനിന്റെ അതേ ശബ്ദമാണ് വരുന്നത്. പിന്നെ ചൊട്ടിയെ ബടിയെ